ഹായ്, നമസ്കാരം. ഞാൻ ഡോക്ടർ സാരംഗി രാജേന്ദ്രൻ. ഇന്ന് നമുക്ക് രാത്രിയിൽ കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ദിവസവും കഴിക്കുന്നതൊക്കെ ആയിരിക്കും, പക്ഷെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആരോഗ്യം മോശമാക്കി തീർക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മലയാളത്തിലെ ഒരു ചൊല്ല് കേട്ടിട്ടുണ്ടാവും, നമ്മള് രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെ കഴിക്കണം, രാത്രിക്കലത്തെ ഭക്ഷണം ഭിക്ഷക്കാരനെ പോലെ കഴിക്കണം എന്നുള്ളത്. അതായത് നമ്മൾ രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല ന്യൂട്രീഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വേണം നമ്മൾ കഴിക്കാനായിട്ട്. എന്നാൽ നമ്മൾ രാത്രിയിൽ അത്താഴം കഴിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ട് വേണം കഴിക്കാൻ. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ എണീറ്റ് തിരക്കിനിടയിൽ ജോലിക്ക് പോകുന്നതിന്റെ തിരക്കിലോ അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന്റെ തിരക്കിലൊക്കെ അതിന്റെ ഇടയിൽ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് ഒന്ന് കഴിച്ചു എന്ന് വരുത്തി അല്ലെങ്കിൽ ഒരു ചായ മാത്രം കുടിച്ചിട്ട് പോകുന്നവരാണ്. ഉച്ചയ്ക്ക് ആണെങ്കിലും നമ്മൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു, ഇല്ലെങ്കിൽ ഹോട്ടലിൽ നിന്നും എന്തെങ്കിലും ചെറിയൊരു ഭക്ഷണം കഴിച്ചു. രാത്രിയാണ് നമ്മൾ വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അതായത് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഫുഡും അല്ലെങ്കിൽ പുറത്തുനിന്നാണെങ്കിലും നല്ല ഫുഡുകളൊക്കെ നമ്മൾ കഴിക്കുന്നത് രാത്രിക്കാണ്, ഹെവി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ടാണ് പല തട്ടുകടകളും ഒരു 8 മണി തൊട്ട് രാവിലെ 4 മണി വരെയൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. കാരണം ആ സമയമാണ് നമുക്ക് ഫുഡിനോട് ക്രേവിങ് കൂടുതലും, നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു ടൈം. ഈ ഒരു രീതി എന്ന് പറയുന്നത് ഭയങ്കര തെറ്റാണ്. അതായത് നമ്മുടെ ആരോഗ്യത്തെ നല്ല സാരമായിട്ട് മോശമാക്കി തീർക്കുന്ന ഒരു രീതിയാണ് ഈ കാര്യങ്ങൾ. ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയലുണ്ട്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, അത്താഴം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 7:30 മുന്നേ കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. 7:30 മുന്നേ കഴിച്ചു തീർത്തിട്ടില്ല, നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് നിങ്ങളുടെ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടാക്കും, നെഞ്ചരിച്ചിൽ ഉണ്ടാക്കും, ഉറക്കക്കുറവ് ഉണ്ടാക്കും, അതുപോലെ ഭക്ഷണം തികട്ടി വരുന്നതിന് കാരണമാവുകയൊക്കെ ചെയ്യും. പല പേഷ്യൻസും കംപ്ലൈൻസ് പറയലുണ്ട്, ഒരു 2 മണി 3 മണി ആകുമ്പോൾ നെഞ്ചരിച്ചിൽ കാരണം അവര് എണീക്കലുണ്ട് എന്ന്. ഇതൊക്കെ ഈ ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നത് മൂലം വരുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ രാത്രിയിൽ ഹെവി ആയിട്ടുള്ള മീൽസ് ആണ് കഴിക്കുന്നതെങ്കിൽ ഇതിന്റെ ദഹനം നന്നായിട്ട് നടക്കാനായിട്ട് ഒരുപാട് ടൈം വേണം. അപ്പൊ നമ്മൾ ലേറ്റ് ആയിട്ട് കഴിച്ച് അപ്പൊ തന്നെ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുമൂലം തന്നെ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടില്ല. ഉറക്കം കിട്ടുന്നില്ല എങ്കിൽ നമുക്കത് ഹൈപ്പർ ടെൻഷനിലോട്ട് ലീഡ് ചെയ്യും, കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും, പൊണ്ണത്തടി കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പൊ നമ്മൾ രാത്രിയിൽ കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത കുറച്ച് ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രൂട്ട് ജ്യൂസുകളും ഐസ്ക്രീംസുമാണ്. നമ്മൾ മിക്കവാറും രാത്രിയിൽ എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതിന്റെ കൂടെ ഒരു ഐസ്ക്രീമോ അല്ലെങ്കിൽ ഒരു ജ്യൂസൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ജ്യൂസോ ഐസ്ക്രീമോ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 6 മണിക്ക് മുന്നേ ആയിട്ട് കഴിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 6 മണിക്ക് ശേഷം നമ്മൾ അത്താഴം കഴിച്ചതിന്റെ കൂടെയോ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടോ ഈ വക സാധനങ്ങൾ കഴിക്കരുത്. കാരണം ഇതിൻ്റെ അകത്ത് ധാരാളം ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഷുഗർ നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ കൂടുവാനും ആ ലിവറെല്ലാം രാത്രി മൊത്തം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനും കാരണമാവും. അതുപോലെ തന്നെ നമുക്ക് ഈ ഐസ്ക്രീംസിനും ജ്യൂസിനൊക്കെ കിട്ടുന്ന ഹൈ എനർജി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കുകയും ചെയ്യും. അപ്പൊ ഇത് പതുക്കെ പതുക്കെ നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നു. ഡയബറ്റിസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അത് ഡയബറ്റിസ് കൂട്ടാൻ വേണ്ടിയിട്ടും കാരണമാവുന്നുണ്ട്. നിങ്ങളുടെ ഉറക്കം പ്രോപ്പറായിട്ട് നടക്കാണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്തൊരു ഭക്ഷണമാണ് ബീഫ്, മട്ടൻ, പോർക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള റെഡ് മീറ്റുകൾ. നമ്മൾ പ്രത്യേകിച്ചും രാത്രിയിൽ ഈ വക ഭക്ഷണ സാധനങ്ങൾ കഴിക്കുമ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഹെവി ഫാറ്റ് ഉള്ളവയാണ്, അതുപോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളാണ്. അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്ന് ദഹിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 5-6 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അത്താഴം കഴിച്ചിട്ട് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ ഉറങ്ങുന്നത്. നമ്മൾ ഒരു 1 മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറിനുള്ളിലോ നമ്മൾ ഉറങ്ങും. അപ്പൊ നമ്മൾ ഉറക്കത്തിലും എന്ത് ചെയ്യും, നമ്മുടെ ആന്തരിക അവയവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഈ മെറ്റാബോളിസം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. ദഹനം പ്രോപ്പറായിട്ട് പൂർത്തിയാവുകയില്ല, നമുക്ക് ഉറക്കം പൂർണ്ണമായിട്ട് കിട്ടുകയില്ല. കൂടാണ്ട് തന്നെ ഈ വക ഭക്ഷണങ്ങളിൽ സെറോട്ടോണിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ കൂടുതലായിട്ടും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ രാത്രിയിൽ നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബ്രെയിൻ റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ് രാത്രി എന്ന് പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് ഈ ബീഫ് അങ്ങനെയുള്ള റെഡ് മീറ്റുകൾ കഴിക്കുന്നവര് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒന്നാണ് സ്പൈസി ഫുഡുകൾ. നമ്മൾ മലയാളികൾ സ്പൈസി ഫുഡ് ധാരാളം ഇഷ്ടപ്പെടുന്നവരും കൂടിയാണ്. അപ്പൊ ഈ സ്പൈസി ഫുഡുകൾ നമ്മൾ ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നല്ല ഉറക്കം കിട്ടണമെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ അളവിലായിരിക്കണം നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ. അതായത് നമ്മൾ കിടക്കുന്ന റൂമിന്റെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിനേക്കാളും ഒന്ന് കുറഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ ഈ സ്പൈസി ഫുഡുകൾ കഴിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് വേർത്ത് തുടങ്ങും, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ പെട്ടെന്ന് ഹൈ ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും.
ഇങ്ങനെ ഹൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടില്ല. നമ്മൾ ഉറക്കം ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മൾ രാത്രിക്കൊക്കെ ഞെട്ടി എണീക്കും, രാത്രിക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണീക്കും. കൂടാണ്ട് തന്നെ ഗ്യാസ്ട്രിക് അൾസർ ഒക്കെ ഉള്ളവർക്ക് ഈ സ്പൈസി ഫുഡ് നല്ലതല്ല. നെഞ്ചരിച്ചിലുള്ളവരും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളവരും സ്പൈസി ഫുഡ് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാത്രിയിൽ അത്താഴത്തിന് കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒഴിവാക്കേണ്ട വേറൊന്നാണ് ഫ്രൂട്ട്സില് സിട്രിക് ഫ്രൂട്ട്സുകൾ, അതായത് പുളിയുള്ള പഴങ്ങൾ. നമുക്ക് ബാക്കി എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും അത്താഴത്തിന് പകരമായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ അത്താഴം കഴിച്ചു കഴിഞ്ഞിട്ടും കഴിക്കാം. പക്ഷെ പുളിയുള്ള ഭക്ഷണങ്ങളായിട്ടുള്ള നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, മുസമ്പി, മുന്തിരി അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളും അതിന്റെ ജ്യൂസുകളും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. നമുക്കറിയാം നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉന്മേഷം ഫീൽ ചെയ്യലുണ്ട്. ഇതിൽ ടൈറാമിൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ത് ചെയ്യും, നമ്മുടെ നോൺ എപ്പിനെഫ്രിക് ഹോർമോണുകൾ ഉത്പാദിപ്പിക്കും. അത് നമ്മുടെ ബ്രെയിൻ ഭയങ്കര എനർജറ്റിക് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഉന്മേഷം ഫീൽ ചെയ്യുന്നത്. പക്ഷെ രാത്രി നമുക്ക് ഈ ഉന്മേഷത്തിന്റെ ആവശ്യമില്ല. രാത്രി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബോഡിനെ ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാണ്. നല്ല ഉറക്കം കിട്ടിയാൽ മാത്രമേ നമുക്ക് രാവിലെ നല്ല ഉന്മേഷത്തോടെ എണീക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ രാത്രി ഈ വകയുള്ള പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടുകയും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ പുളിച്ചു തികട്ടലുള്ളവര്, നെഞ്ചരിച്ചിലുള്ളവര് അങ്ങനെയുള്ളവരും ഈ പുളിയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തത് ബിവറേജസ് ആണ്. വൈന്, ബിയർ, മദ്യം അങ്ങനെയുള്ള വസ്തുക്കൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇതിലും ടെറാമിൻ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ നോൺ എപ്പിനെഫ്രിക് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാവുകയും ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഇതിലും രാത്രിയിലാണല്ലോ ആൾക്കാര് കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ സത്യത്തിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നില്ല. നിങ്ങളൊരു മയങ്ങിയ അവസ്ഥയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് നല്ലൊരു ഉറക്കം അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ ഉന്മേഷത്തോടെ ആയിരിക്കില്ല എണീക്കുന്നത്. കൂടാണ്ട് തന്നെ ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരിൽ കൂർക്കം വലി കൂടുതലായിരിക്കും. അവർക്ക് പൊണ്ണത്തടി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, BP കൂടാനുള്ള ചാൻസ് ഉണ്ട്, കൊളസ്ട്രോൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഈ ആൽക്കഹോൾ അല്ലെങ്കിൽ ബിവറേജസ് എന്ന് പറയുന്നത് ഹൈ കലോറി ഫുഡുകളാണ്. അപ്പൊ അതെന്ത് ചെയ്യും, നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടാനും നമുക്ക് വെയിറ്റ് വല്ലാണ്ട് വർദ്ധിക്കാൻ വേണ്ടിയിട്ടും കാരണമാവും. അപ്പൊ അങ്ങനെ ബിവറേജസ് ഉപയോഗിക്കുന്നവര് രാത്രിയിൽ ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അടുത്തൊരു ഫുഡ്, നമ്മൾ ഈ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഒന്നാണ് ചായയോ കാപ്പിയോ ഗ്രീൻ ടീ ഒക്കെ. ഗ്രീൻ ടീ ഒക്കെ ഒരുപാട് നല്ലതാണ്, പക്ഷെ അത് രാത്രി കഴിക്കാൻ പാടില്ല. ഇതിൽ കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. ഈ കഫെയിനും എന്ത് ചെയ്യും, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി കൂട്ടും, നമുക്ക് സ്ലീപ്പ് നന്നായിട്ട് കിട്ടാണ്ടിരിക്കുകയും ചെയ്യും. നമുക്കൊന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചായ ആണെങ്കിലും കാപ്പി ആയാലും ഗ്രീൻ ടീ ആണെങ്കിലും കൂടുതലായിട്ട് കഴിക്കുന്നത്. പക്ഷെ നമുക്ക് രാത്രിയിൽ ഒന്ന് റീഫ്രഷ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്, നമുക്ക് നല്ല ഉറക്കമാണ് കിട്ടേണ്ടത്. അപ്പൊ കഫെയിൻ ധാരാളം അടങ്ങിയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നന്നായിട്ട് കിട്ടില്ല. നമുക്ക് സ്ലീപ്ലെസ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതായത് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടാത്തവരും എന്ത് ചെയ്യാം, ഈ കാപ്പി, ചായ, ഗ്രീൻ ടീ എല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കൂടാണ്ട് ഒഴിവാക്കേണ്ട ഒന്നാണ് കൂടുതലായിട്ട് വെള്ളം കുടിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കും, ഡോക്ടർ തന്നെയല്ലേ പറയുന്നത് 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കണം എന്നുള്ളത്. അതെ, ഞാൻ തന്നെയാണ് പറയുന്നത് 3 ലിറ്റർ വെള്ളം ദിവസവും കുടിക്കണം എന്നുള്ളത്. അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാം, രാത്രി നന്നായിട്ട് ഉറക്കം കിട്ടാത്തവര് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എണീക്കുന്നവരുണ്ട് എങ്കിൽ അവർ രാത്രിയിൽ വെള്ളം കുടിക്കുന്നൊന്ന് കുറയ്ക്കാം. പകൽ എന്ത് ചെയ്യുക, ഈ ക്വാണ്ടിറ്റി വെള്ളം കുടിക്കുക, രാത്രിയിൽ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കുക. അത് നിങ്ങളുടെ ഉറക്കത്തെ സാരമായിട്ട് ബാധിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബാത്റൂമിൽ പോകാൻ എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം നന്നായിട്ട് കിട്ടില്ല, ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല. അപ്പൊ രാത്രിയിൽ വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. രാത്രിയിൽ നമ്മൾ ധാരാളം വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൃക്ക ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പൊതുവെ ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ഓഫീസിൽ പോകുന്നവരാണെങ്കിലും അല്ലെങ്കിൽ എന്ത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും പകല് വെള്ളം നന്നായിട്ട് കുടിക്കില്ല. പകൽ ഇങ്ങനെ പണിയെല്ലാം എടുത്തിങ്ങനെ നടക്കും. രാത്രി വന്നു കഴിയുമ്പോൾ ഭയങ്കര പരവേശമാണ്, ഭയങ്കര ദാഹമാണ്, അല്ലെങ്കിൽ ഇന്ന് ഞാൻ ഇത്രക്കേ വെള്ളം കുടിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു ഓർമ്മയെല്ലാം വന്നിട്ട് അവർ ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഇതെന്ത് ചെയ്യും, രാത്രി മൊത്തം ബാത്റൂമിൽ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോവേണ്ടതായിട്ട് വരും. കൂടാണ്ട് എന്ത് ചെയ്യും, അത് നമ്മുടെ സ്ലീപ്പിനെ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഉറക്കം നന്നായിട്ട് കിട്ടുകയില്ല. അപ്പൊ എന്ത് ചെയ്യാം, രാത്രിയിൽ വെള്ളം കുടിക്കുന്നത് കുറയ്ക്കാം. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, ഇത്രയെല്ലാം നമ്മൾ 7:30 മുന്നേ ഈ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും വിശക്കില്ലേ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ കിടക്കാൻ നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം. ഒന്ന് കക്കിരിയാണ്. കക്കിരിയിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ്. കക്കിരി കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശക്കൂല.
അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കക്കിരി കഴിക്കാം. അതും നിങ്ങൾ ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ വേണം കഴിക്കാനായിട്ട്, എങ്കിലും മാത്രമേ ദഹനം നന്നായിട്ട് നടക്കുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മുട്ട പുഴുങ്ങിയത്. പുഴുങ്ങിയ മുട്ട ഒരെണ്ണം നിങ്ങൾക്ക് കഴിക്കാം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ ചൂട് പാല് കുടിക്കുന്നത് നമുക്ക് നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ചൂട് പാലും നിങ്ങൾക്ക് കുടിക്കാം. അല്ലാണ്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഈ സിട്രസ് ഫ്രൂട്ട്സ് അല്ലാണ്ട്, പുളിയുള്ള ഭക്ഷണങ്ങൾ അല്ലാണ്ട് എന്തെങ്കിലും ആപ്പിളോ അങ്ങനെയുള്ള ഫ്രൂട്ട്സുകളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. ഇതെല്ലാം എന്ത് ചെയ്യണം, ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ വേണം കഴിക്കാനായിട്ട്. കഴിച്ച പാടെ നമ്മൾ കിടക്കാൻ പാടില്ല, ദഹനം നന്നായിട്ട് നടക്കില്ല. തന്നെ ദഹനം നന്നായിട്ട് നടക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 1/2 മണിക്കൂർ ദിവസവും നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. എങ്കിലും പ്രോപ്പർ ആയിട്ട് നമുക്ക് ദഹനം നടക്കും. അതുപോലെ വയറ്റിന്ന് കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മലബന്ധം ഒക്കെ ഉള്ളവരാണ് എങ്കിൽ ഓൾറെഡി മലബന്ധത്തിന്റെ ഇഷ്ടംപോലെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്ങനെ മലബന്ധം മാറ്റാം, അല്ലെങ്കിൽ മലബന്ധം ഉള്ളവര് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, വേണ്ടവരൊന്ന് കയറി നോക്കാം. എങ്കിലും നമുക്ക് ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ധാരാളം കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിയിൽ തന്നെ കഴിക്കാം, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ട് നല്ല രീതിയിൽ ഒരുപാട് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരുപാട് ഭക്ഷണം കഴിക്കാം. എന്നിട്ട് അത്താഴം പരമാവധി ചുരുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് പോകരുത്, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ മാത്രമേ അന്ന് മൊത്തമുള്ള എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടുള്ളൂ. ഒരു ദിവസം വേണ്ട എനർജി മൊത്തം സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. അതുപോലെ നമ്മുടെ മെമ്മറി ഒക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, തലച്ചോറ് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആവശ്യമാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അമ്മമാർ ശ്രദ്ധിക്കാം. പലപ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാണ്ടാണ് പോകല്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട്. ഒരിക്കലും നിങ്ങളുടെ കുട്ടികളെ അങ്ങനെ വിടരുത്. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം, ട്യൂഷൻ ആണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും എത്ര നേരത്തെ പോകണമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇത് ആവശ്യമുള്ള എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ചും ഈ വീഡിയോ പലർക്കും തന്നെ ആവശ്യം വരും, കാരണം ഈ ഭക്ഷണങ്ങളെല്ലാം രാത്രി കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ നിങ്ങൾക്കും അറിയാം, അങ്ങനെയുള്ളവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും എന്നോട് പറയാനുണ്ട് എങ്കിൽ കമന്റ് ചെയ്യാം. ബൈ.